പേരൂർക്കട സ്റ്റേഷനിൽ ദളിത് സ്ത്രീയെ വ്യാജമാല മോഷണക്കുറ്റം ചുമത്തി പിടിച്ചുവെച്ച സംഭവത്തിൽ വീട്ടുടമയ്ക്കെതിരെ കേസെടുത്തു. വീട്ടുടമ ഓമന ഡാനിയലിനെതിരെയാണ് കേസെടുത്തത്. ഓമനയുടെ മകളെയും നിയമനത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന് ബിന്ദു ആവശ്യപ്പെട്ടു. ഓമന ഡാനിയെയും മകളെയും ഇത്രയും വേഗം അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക. അതിനുശേഷം ഈ ഓമന ഡാനിയിൽ കൂട്ടുനിന്ന പോലീസുകാരെ അറസ്റ്റ് ചെയ്ത് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം എന്ന് എനിക്ക് ഇത്രേ പറയാനുള്ളൂ. എന്നെ കള്ളക്കേസ് കുടുക്കി എന്നെ വേദനിപ്പിക്കുകയും എൻ്റെ ജോലി നഷ്ടപ്പെടുത്തുകയും എൻ്റെ ഉപജീവന മാർഗമാണ് ഇവരെ നഷ്ടപ്പെടുത്തിയത്. വിവരങ്ങളുമായി മീര മനോഹരൻ നമുക്കൊപ്പം ചേരുകയാണ്. മീര, എന്തായാലും ഈ സ്ത്രീക്കെതിരെ വ്യാജമോഷണ കുറ്റം ആരോപിച്ച ഈ സ്ത്രീയെ ഈ വിധത്തിൽ മാനസികമായ പീഡനത്തിന് പോലീസുകാർക്ക് മുന്നിൽ ഇട്ടുകൊടുത്ത വീട്ടുടമയ്ക്കെതിരെ കേസെടുത്തു എന്നുള്ളത് നല്ലൊരു വാർത്തയാണ്. ഇപ്പോൾ ഈ മകൾക്ക് ഇതിലെന്താണ്, ഈ വീട്ടുടമയുടെ ഓമന ഡാനിയലിന്റെ മകൾക്ക് ഇതിൽ എന്ത് പങ്കുള്ളതായിട്ടാണ് ബിന്ദു ആരോപിക്കുന്നത്? കേസിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് മീര? ബിനിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മളൊക്കെയും വളരെയേറെ ചർച്ച ചെയ്ത വാർത്തയായിരുന്നു. അതിലാണ് ഇപ്പോൾ ബിന്ദുവിനെതിരെ മൊഴിയും കേസും കൊടുത്ത വീട്ടുടമസ്ഥ ഓമന ഡാനിയലിനെതിരെ ഇപ്പോൾ കേസെടുത്തത്. കഴിഞ്ഞ ദിവസങ്ങളിൽ SC/ST കമ്മീഷനാണ് ഇത്തരത്തിൽ ഈ ഒരു വീട്ടുടമസ്ഥയ്ക്കെതിരെ നടപടി ഉണ്ടാകണമെന്ന നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെയാണ് ഇപ്പോൾ പേരൂർക്കട സ്റ്റേഷനിൽ ഈ ഓമന ഡാനിയലിനെതിരെ കേസെടുത്തിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ബിന്ദു നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ കള്ളക്കേസിൽ കുടുക്കി ഒരു ഉപജീവന മാർഗമാണ് ഇല്ലാതാക്കിയത്. മാത്രമല്ല, നീണ്ട 20 മണിക്കൂറോളം ഒരു സ്റ്റേഷനിൽ ഭക്ഷണമോ വെള്ളമോ ഇല്ലാതെ കിടക്കേണ്ടി വന്ന ദുരവസ്ഥയെ കുറിച്ചും പറയുന്നുണ്ട്. പിന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഓമന ഡാനിയലിനൊപ്പം മകളും തന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്നുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. അവർക്കെതിരെയും നടപടി ഉണ്ടാകണം. ഒപ്പം ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വീട്ടുടമസ്ഥയ്ക്ക് കൂടെ നിന്ന ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. ഈ ഒരു വാർത്ത വന്നതിന് ശേഷം, പരാതി കൊടുത്തതിന് ശേഷം ദീർഘനാൾ കഴിഞ്ഞിട്ടാണ് ഈ സംഭവ സമയത്ത് ഉണ്ടാകുന്ന ഉദ്യോഗസ്ഥർക്ക് എതിരെ ഉൾപ്പെടെ നടപടി ഉണ്ടാകുന്നത്. SHOയും SIയും ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകുന്നുണ്ട്. പക്ഷേ ഈ സംഭവത്തിൽ ഇപ്പോഴും അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. പത്തനംതിട്ട ക്രൈംബ്രാഞ്ച് DYSPയുടെ നേതൃത്വത്തിലാണ് നിലവിൽ അന്വേഷണം പുരോഗമിക്കുന്നത്. ആ റിപ്പോർട്ട് സമർപ്പിക്കാൻ 2 ആഴ്ച കൂടി നിലവിൽ സമയം തേടിയിട്ടുണ്ട്. എന്നാലും ഈ റിപ്പോർട്ട് കൂടി വന്നു കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ വീട്ടുടമസ്ഥയ്ക്കെതിരെയും ആ സമയത്ത് സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെയും കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടാവും. എന്തായാലും ബിന്ദു സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഉപജീവന മാർഗമില്ലാതാക്കിയ തന്നെ മാനസികമായി പീഡിപ്പിച്ചവർക്കെതിരെ നടപടി ഉണ്ടാകണം എന്നുള്ളത് തന്നെയാണ് ബിന്ദു. ഓക്കെ, ഓമന ഡാനിയലിന്റെ പരാതിയിലാണ് ബിന്ദുവിനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെക്കുകയും പിന്നീട് മാനസിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തിരുന്നത്. പിന്നീട് ഓമന ഡാനിയലിന്റെ വീട്ടിന്റെ ചവറ്റുകൂനയിൽ നിന്ന് തന്നെ, ചവറിനിടയിൽ നിന്ന് തന്നെ ആ മാല കണ്ടെത്തുകയും ചെയ്തിരുന്നു. അപ്പോഴും ബിന്ദുവിന്റെ ആത്മാഭിമാനത്തിനേറ്റ പോറലായിരുന്നു ബാക്കി. അതിലാണിപ്പോൾ ഓമന ഡാനിയലിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ഇനി ആ മാനസിക പീഡനത്തിന് നേതൃത്വം നൽകി ഉദ്യോഗസ്ഥർക്കെതിരെ കൂടുതൽ നടപടി ഉണ്ടാകുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. മീര മനോഹരനാണ് വിവരങ്ങൾ നൽകിയത്.